KSRTC കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ശരിയല്ല. ടിക്കറ്റ് കൊടുത്തു, പൈസ മേടിച്ചു, കോർപ്പറേഷന് കൊടുത്തതിന് എന്നെ സസ്പെൻഡ് ചെയ്തു. ജോലിക്ക് പോകുന്നില്ല മനുഷ്യ. ടിക്കറ്റ് കൊടുത്തു, പൈസ മേടിച്ചു, കോർപ്പറേഷന് കൊടുത്തതിന് എന്നെ സസ്പെൻഡ് ചെയ്തു. അയ്യോ, ഉണ്ടായിരുന്ന ജോലിയുടെ കളഞ്ഞ നിക്കണ കണ്ടില്ലേ? ഇനി എന്നാ ചെയ്യും? ഇവിടെയാണെങ്കിൽ നോക്കിയോ, അരിയില്ല, എണ്ണയില്ല, വെളിച്ചെണ്ണയില്ല, ഒന്നുമില്ല. എന്തിനാ പല്ല് തേക്കാൻ ഒരു പേസ്റ്റ് പോലും ഇല്ലല്ലോ. ഞാനൊരു പേസ്റ്റ് കോൾഗേറ്റ് അടിച്ചിട്ടുണ്ട്. അതെ, ഇവിടെ ഇളയമോണ്ടല്ലോ തലതെറിച്ച് ചേർക്കൻ, അവനെ സിപ്പപ്പാന്ന് പറഞ്ഞ് വലിച്ചൊക്കെ തിന്നു. എന്തിനാ? കൊതുകടി കാരണം സഹിക്കാൻ മേലഞ്ഞിട്ട് ഒരു തിരി മേടിച്ചു വെച്ചതാ. അത് നിങ്ങളുടെ തന്തയെ നുറുക്കാണെന്ന് പറഞ്ഞ് എടുത്തു നിന്ന് അവിടെ മയങ്ങി കിടപ്പുണ്ട്. എന്റെ കർത്താവേ, എന്തിനാ ഞാനിങ്ങനെ ജീവിക്കുന്ന ഈ മനുഷ്യന്റെ കൂട്ടത്തില്? ഇത്രയും കാലമായിട്ട് സ്നേഹമായിട്ട് എന്നെ ഒന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകും, എനിക്കൊരു സാരി മേടിച്ചു തരുമോ, ഒന്നും ചെയ്തിട്ടില്ല. ദേ, നിങ്ങൾ അപ്പുറത്തെ വീട്ടില് ആ ചേട്ടനെ ചേച്ചിനെ നോക്കിയേ, എത്ര സ്നേഹമായിട്ട് അവർ കഴിയുന്നേ. അതൊക്കെ ഒന്ന് കണ്ടുപഠിച്ചേ. ആ ചേട്ടൻ ജോലിക്ക് പോകാൻ നേരത്ത് ആ ചേച്ചിനെ അടുത്ത് വിളിച്ച് വർത്താനൊക്കെ പറഞ്ഞ് കയ്യിൽ ഉമ്മയും കൊടുത്തിട്ടാ പോണേ. ഇന്ന് വരെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ? 3 തവണ ഞാൻ ട്രൈ ചെയ്തു. ആ ചേച്ചി സമ്മതിക്കട്ടെ. ഞാൻ എന്ത് ചെയ്യുന്നു പറ, മനസ്സിലായോ? വന്നടി, നീ കാണും. ചേട്ടാ ഒരു മിനിറ്റ്. ഞാൻ മെഡിക്കൽ എൻട്രൻസിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാ. ഇപ്പൊ ഭാഗ്യം കൊണ്ട് ദൈവാധീനം കൊണ്ട് അതൊക്കെ കഴിഞ്ഞു, മനസ്സിലായോ? പക്ഷെ ഈ അയൽപക്കക്കാരുടെ ശല്യം കൊണ്ട് എനിക്ക് ഒരക്ഷരം വായിക്കാൻ പറ്റില്ല. പറഞ്ഞു നീ കൊടുക്ക, അങ്ങനെയെങ്കിലും ബോധം ഉണ്ടാവുന്ന. ഞാൻ 3 പ്രാവശ്യമായി ശ്രദ്ധിക്കണം. ശാന്തച്ചി 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 നീ ഒന്ന് ഇങ്ങനെ ഒന്ന് എന്നെ സ്പർശിച്ചിട്ടുണ്ടോ? ഇവിടെ പെണ്ണ് കാണാൻ പോയൊരു ചരിത്രമുണ്ട്, നാട്ടുകാരും മൊത്തം കേൾക്കണം. ഇവിടെ ഞാൻ പെണ്ണ് കാണാൻ പോയപ്പോ ഇവളുടെ അച്ഛൻ എന്നോട് ചോദിച്ചു, മോനെ നിനക്ക് ശ്രീധനായിട്ട് എന്ത് വേണമെന്ന്. എന്റെ സ്റ്റാറ്റസ് അനുസരിച്ച് എനിക്ക് 5 ലക്ഷം രൂപയും ഒരു മാരുതിക്കാരും 101 പവനും മേടിക്കാൻ. ഞാനത് ചെയ്തില്ല, അതെന്റെ മര്യാദ. ഒന്നും കിട്ടിയില്ല. 10 രൂപ ചായക്കാശും 10 രൂപ വണ്ടി കാശും തന്നിട്ടാണ് ഈ സാരത്തിന് എന്റെ തലയിലോട്ട് എടുത്ത് വെച്ച്. ആളെ ഉണ്ടായിരുന്നുള്ളൂ. നീ കയ്യൊന്ന് മാറ്റി, നീ കൊറേ ഉണ്ട് ശാന്തച്ചി. ചേട്ടാ ഒരു മിനിറ്റ്, അതല്ല ചേട്ടന് 24 മണിക്കൂർ ഇങ്ങനെ കള്ളു കുടിച്ച് നടക്കുക. ഞാൻ ചോദിക്കാണ്, ഈ ശാന്തച്ചി ഇതൊന്നും ചോദിക്കാറില്ലേ? ശാന്തച്ചി ചോദിക്കാറുണ്ട്. ഒരു പൈന്റ് മേടിച്ചു കഴിഞ്ഞാൽ ഇത് ശാന്തച്ചിക്ക് കൊടുക്കുക, എനിക്ക് കുടിക്കാൻ പറ്റുമോ? നീ പറ. ശരി, അതിന് ഞാൻ കൊടുത്ത പിന്നെ എനിക്ക് കുടിക്കണ്ടാ? എന്റെ പൊന്ന് ചേട്ടാ, അതല്ല ഞാൻ പറഞ്ഞത്. ചേട്ടൻ ഇപ്പൊ KSRTCയിൽ നല്ല സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ, ആണല്ലോ അല്ലേ? ഇപ്പൊ ചേട്ടൻ സസ്പെൻഷനിലായി. കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ടിക്കറ്റ് കൊടുത്തു, പൈസ മേടിച്ചു, കോർപ്പറേഷന് കൊടുത്ത് എന്നെ സസ്പെൻഡ് ചെയ്തു. അത് നമുക്ക് ചോദിക്കാം. അത് ചോദിക്കാൻ ഇവിടുത്തെ ചെറുപ്പക്കാരുണ്ട്, മനസ്സിലായില്ലേ? നമ്മുടെ എന്തുപറ്റി ചേട്ടാ? വേദന. ചേട്ടാ, ഞാൻ മെഡിക്കൽ എൻട്രൻസ് പാസ്സായ ഒരു വിദ്യാർത്ഥിയല്ലേ, നാളെ ഡോക്ടർ ആവാൻ പോണല്ലേ. ഞാൻ ഈ അടുത്ത് കിടക്കുമ്പോ ചേട്ടന് വേദന ഉണ്ടെങ്കിൽ അത് തീർക്കാന്നുള്ളത് എന്റെ ഉത്തരവാദിത്വമാണ്. വയ്ക്കും, അടുത്ത മാസം വയ്ക്കും. ഇവിടെ വേദന എവിടെ? ഇവിടെയാണോ? ഇവിടെ കേട്ടോ? ചേട്ടന്റെ ചെറുവയറും വൻകുടലും കൂടെ ഇങ്ങനെ പിണഞ്ഞു കുത്തി കിടക്കാണ്. കൈ മാറ്റടാ. അണ്ടർവയറിന്റെ വള്ളിമ പിടിച്ചിട്ടാണ് ചെറുകുടലും വൻകുടലും. സോറി എടാ, ഇവിടെ ആരാണ് മുതലെന്ന് നിനക്കറിയാം? ഈ സാധനത്തിന് ഉപേക്ഷിക്കാനുള്ള തീരുമാനത്തിലാണ്. ചേട്ടൻ ശാന്തിച്ച് ഉപേക്ഷിക്കാൻ പോണോ? എന്താ കാര്യം? അവള് വികലാംഗയാണ്. കണ്ടിട്ട് കുഴപ്പമൊന്നും തോന്നണില്ല. എങ്ങനെ വികലാംഗ? അവളുടെ ഒരു കാല് ഇടത്തെ കാലാണ്. അത് നിമൻ ശ്രദ്ധിച്ച? മറ്റേ കാല അതുപോലത്തെ കാലാണ്. ഞാൻ എന്താ ഈ പറയുന്നത്? പിന്നെ പറഞ്ഞ ശാന്തച്ചിയുടെ ഒരു കാല് ഇടത്തെ കാല്, അപ്പൊ മറ്റേ കാല അത് വലത്തെ കാലാണ് നല്ല നിന്നോട് പറഞ്ഞത്. നീ ശാന്ത, ഞാൻ ശാന്ത, ഞാൻ ജോൺ. ഇവിടെ നിൽക്കണു, ഞങ്ങള് നേരെ നിൽക്കണു. നേരെ നിൽക്കുന്നു. ഇത് എന്റെ കാല് ഏതാണ്? വലത്തെ കാല്. അവള് നേരെ നിൽക്കുമ്പോ അവളുടെ കാല് ഏതാണ്? ഇടത്തെ കാല്. പോയില്ലേ? പറ, എങ്ങനെ ജീവിക്കുന്നു പറ. നീ ഉള്ള കൂടെ കഷ്ടപ്പാടാണ്, ഭക്ഷണമാണ്, ഉപേക്ഷിക്കാൻ പോവാണ് അല്ലേ? കുഴപ്പമില്ല. നിനക്കറിയോ, സൂപ്രണ്ട് ഒരു ദിവസം വന്നു എന്നോട് ചോദിച്ചു, നീ എന്തിനത് ചെയ്തു? ചേട്ടന്റെ ധാർമ്മിക വികാരങ്ങൾ ഞാൻ മനസ്സിലാക്കാം. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം പള്ളത്താങ്കുളങ്ങര വളവ് ഞാൻ വളക്കണം. ആ വളവ് വളക്കണ സമയത്ത് ഡ്രൈവർക്ക് ചെറിയൊരു നെഞ്ചുവേന. എന്നിട്ട് മാറിക്ക് ശിവ ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. ലൈസൻസ് ഇല്ലെങ്കിൽ അന്നേരത്ത് ബുദ്ധിപൂർവ്വം നമ്മള്
കളിച്ചു. കാര്യം ചെയ്യണം. കളിച്ചു. ഇവിടെ മാറ്റി നിർത്തി വളച്ചു. വണ്ടി ചേട്ടൻ വണ്ടി ഓടിച്ചു. പാടത്തേക്ക് പോയി. ചേട്ടൻ വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടെ? വണ്ടി ഓടിക്കാൻ എനിക്കറിയാം. പിന്നെന്ത് പറ്റി? വണ്ടിയുടെ ഫ്രണ്ടിലായി ഇടത്തലയുള്ള ലതികി ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അവളൊന്ന് വളക്കാൻ ശ്രമിച്ചു. ഈ സമയത്ത് വണ്ടി പാടത്തേക്ക് പോയി. ഒരു തെറ്റുമില്ല, ഒരു തെറ്റുമില്ല, ഒരു തെറ്റുമില്ല എന്റെ പൊന്നു ചേട്ടാ, ഒരു തെറ്റുമില്ല. എന്നിട്ട് പിന്നെ എങ്ങനെ സസ്പെൻഡ് ചെയ്തെന്നാണ് ഞാൻ എടാ നിനക്കറിയില്ല. KSRTC ഇത്ര ആത്മാർത്ഥ ചെയ്ത് KSRTC ശരിയല്ല. ടിക്കറ്റ് കൊടുത്തു, പൈസ വാങ്ങിച്ചു, കോർപ്പറേഷൻ കൊടുത്തതിന് പൊണ്ടാറുടങ്ങാനെ കൊണ്ട് വന്നവനും അത് പറയാനുള്ളത്. ഇവിടെ താൻ ടിക്കറ്റ് വാങ്ങിച്ചു, പൈസ വാങ്ങിച്ചു, കോർപ്പറേഷന് കൊടുത്തു, ഇത് പിന്നെ എന്താണ് തന്നെ സസ്പെൻഡ് ചെയ്തത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ടിക്കറ്റ് വാങ്ങിച്ചു, പൈസ കൊടുത്തു, പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. ടിക്കറ്റ് കൊടുത്തു, പൈസ വാങ്ങിച്ചു. എന്റെ പൊന്നു മോനെ, നിന്നാണ് സത്യം. കോർപ്പറേഷനൊക്കെ ഒന്നാണെന്ന് കരുതി ഞാൻ അതുകൊണ്ട് ബ്യൂറേജ് കോർപ്പറേഷനിൽ കൊടുത്തു. വേടാ